കന്നഡ സിനിമ ആസ്വാദകർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നടനാണ് ശിവരാജ് കുമാർ. കന്നഡയിലെ ആദ്യകാല സൂപ്പർ സ്റ്റാറായ രാജ്കുമാറിന്റെ മകനാണ് ശിവരാജ് കുമാർ. ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ അദ്ദേഹം 1986 റിസായ ആനന്ദ് എന്ന ചിത്രത്തിലൂടെ നായകനായി തുടക്കം കുറിച്ചു. മാസ് സിനിമകളിലെ പ്രകടനങ്ങളിലൂടെ ആരാധകരുടെ സ്വന്തം ശിവണ്ണയായി മാറി. 38 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 125ഓളം സിനിമകൾ ചെയ്തു. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ റിലീസ് ചെയ്ത സിനിമയെന്ന റെക്കോർഡ് ശിവരാജ് കുമാറിനാണ്. ഉപേന്ദ്ര സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ഓം 500 തവണയാണ് റിലീസ് ചെയ്തത്. പോയ വർഷം ഇറങ്ങിയ ജയിലിൽ ശിവരാജ് കുമാർ ചെയ്ത അതിഥി വേഷം സൗത്ത് ഇന്ത്യ മൊത്തം ആഘോഷമായി മാറിയിരുന്നു. രജനീകാന്ത് നായകനായ ജയിലിൽ നരസിംഹൻ എന്ന കഥാപാത്രത്തെയാണ് ശിവണ്ണ അവതരിപ്പിച്ചത്. മലയാളത്തിൽ നിന്ന് മോഹൻലാലും ജയിലിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. കൂടെ അഭിനയിച്ച നായികമാരിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ഏതെന്ന ചോദ്യത്തിന് താരം പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. നായികമാരോട് ഇഴുകി അഭിനയിക്കുന്നത് ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരിൽ ഭാവനയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സിനിമകളിൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ടഗരു, ബജറംഗി 2 ഈ 2 ചിത്രങ്ങളിലെ അഭിനയം നന്നായി ഇഷ്ടമായെന്ന് ഭാര്യ പറഞ്ഞു. പുതിയ സിനിമയായ ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ശിവരാജ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. അപ്പു ദൂരെ എവിടെയോ പോയിരിക്കുകയാണെന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. 1-2 വർഷം കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ അനിയൻ ബന്ധത്തെക്കാൾ ഉപരി നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഞങ്ങൾ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനെ ഓർത്ത് കരയാറുണ്ട്. സഹോദരനും കന്നഡ നടനുമായിരുന്ന പുനീതിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താരം മറുപടി നൽകി. 2021 ഒക്ടോബറിലാണ് പുനീത് രാജ്കുമാർ അന്തരിച്ചത്. ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലറിൽ ശിവരാജ് കുമാർ ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നുണ്ട്. അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി 12 തിയേറ്ററുകളിലെത്തിക്കും.